ചിന്നുവേ, എടി ചിന്നു, ചിന്നു. ആന്റി. ചിന്നു എവിടെ മക്കളെ? അകത്തുണ്ട്. എന്താ ആന്റി? ഓറ ഒഴിക്കാനായിട്ട് തൈരുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നോ. ഓ അപ്പച്ചി, അപ്പച്ചി ഓമൻ ആന്റി വന്നേക്കണേ. അതാ വരുന്നേ. ആ വേഗം വാ. എന്താ ചേച്ചി? ചിന്നു ചി തൈര് ഇരിപ്പുണ്ടോ മോളെ? എന്തിനാ? ഓറ ഒഴിക്കാനായിട്ടായിരുന്നു. അയ്യോ, നമ്മളിപ്പോ മോരുകറി ഉണ്ടാക്കിയല്ലേ ഉള്ളൂ. ഉണ്ടോ എന്തോ നോക്കണം ചേച്ചി. ഉണ്ടാടി തൈര്. എന്തോ തീർന്നെന്തോ തോന്നട്ടാ. എക്സ്ക്യൂസ് മീ. ആ ചേച്ചി, ഇതന്നെ രാമ ഈ കോലത്തിന് എങ്ങനെയുണ്ട് ചേച്ചി? നൈസ് ആയിട്ടില്ലേ? കൊള്ള. സെറ്റ് ആയിട്ടില്ലേ? ചിന്നുന്റെയാണ് സാരി. ആണെന്ന് തോന്നുന്നു. ചേട്ടന്റെ തമാശ തമാശയൊന്നുമല്ല. ഞാൻ ഇനി തൊട്ട് ഇതാണ് ഇടാൻ പോണത്. ചേരുന്നുണ്ട് കേട്ടോ. ആണല്ലേ? ചേരുന്നുണ്ട്. ആന്റി തൈര് മേടിക്കുമ്പോ വിളിക്കാം. ഇവിടെ ഇല്ലേ? ഇല്ല എടുത്ത് നോക്കടി. കൊടുക്കുണ്ടെങ്കി. ഇവിടെ തൈരില്ല കേട്ടോ. ചേച്ചി പോയിട്ട് നാളെ വല്ലതും. ഓ ശരി. അല്ലേ നമുക്ക് സംസാരിച്ചിട്ട് പിന്നെ ഇവിടെ അങ്ങോട്ട് ചേട്ടാ ഞാൻ ഒരു കാര്യം പറയാം. മനുഷ്യനെ നാണം കെടുത്തിക്കണ ഒരു പരിധിയുണ്ട്. പരിധി ഉണ്ടാ? നിന്നെയൊക്കെ നാണം കെടുത്തിക്കാൻ തന്നെ ഞാൻ ചെയ്തത്. നിന്നെയും കെടുത്തിക്കും, നിന്നെയും കെടുത്തിക്കും, നിന്നെയും കെടുത്തിക്കും. എന്റെ ദൈവമേ, ആ ഓമൻ ആന്റി ഞാരടുത്തൊക്കെ ചെന്ന് പറയുന്ന ആർക്കറിയാം? ഓമൻ ആന്റി എന്തോ ചെന്ന് പണയും. ഞാൻ തുണി കൊടുക്കണല്ലേ എന്നാ? തുണി കൊടുക്കാതെന്നല്ലോ. ഓരാണെങ്കിൽ ലോക ബേബീസിയ. ഓ മക്കളെ ഒരു ചായ. നമസ്കാരം. നമസ്കാരം. ഈ രാമനല്ലേ? ഓ അതൊക്കെ പണ്ട്. ഇപ്പൊ രമണിയാണ് രമണി. ഇതടേ നീ ഫാൻസി ഡ്രസ്സിന് വല്ലതും പോണാ? ആ ജീവൻ തന്നെ ഒരു ഫാൻസി ഡ്രസ് അല്ലേ അച്ഛാ? കെട്ടിപ്പോയില്ലേ, ഇനി ആടി തീർക്കാം. എന്തോന്ന് ഫാൻസി ഡ്രസ്? മാമ ഒന്ന് പറ മാമ, ഈ കോപ്രായത്തിനൊന്നും കാണിക്കല്ലേ എന്ന്. ആ മാമനല്ല, മാമന്റെ അച്ഛൻ്റെ അപ്പു പോവെന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റൂല. ആ എന്തൊരു അഹങ്കാരം ചേട്ടാ. മക്കളെ എന്തൊരു പ്രശ്നം എന്തേ? എന്റെ പൊന്നപ്പു, ഞാൻ പറഞ്ഞോളാം അച്ഛാ. ഈ മൂന്ന് ഇങ്ങനെ കുരുപ്പുകളും കൂടെയാണ് എന്നെ ഈ വേഷം കെട്ടിച്ചത്. അച്ഛൻ അറിയാമോ? ഞാൻ വല്ലതും പറഞ്ഞാൽ നീ കൂടിപ്പോവും. ഞാൻ ഒന്നും പറയണ്ട അപ്പു. രാവിലെ കടയിൽ പോയിട്ട് വന്നിട്ട് ഒരു ജിമിക്കി മേടിച്ചോണ്ട് വന്നു. നമ്മളിവിടെ 3 പെണ്ണുങ്ങളുണ്ടല്ലോ, അപ്പൊ ഒരെണ്ണം ആയിട്ട് വാങ്ങിക്കുന്നത് ശരിയാണോ? അത് തുടങ്ങിയ പ്രശ്നമാണ് ഇവിടെ വരെ എത്തിയതാ ഈ കോലത്തിൽ പോയത്. അത് തന്നെ, നിങ്ങളാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത്. മാമ ഒന്ന് ചെന്ന് പറ മാമ, ഇതൊക്കെ ഒന്ന് മാറ്റാൻ. നെല്ലു മക്കളെ, ഞാൻ അവിടെ സംസാരിക്കാം. ഞാൻ പറഞ്ഞ് ശരിയാക്കാം. വരി വരി മക്കളെ. അങ്ങനെ ശരിയാവില്ല. ആര് ശങ്കുവത്തെ പൊടിച്ചിയാ? ഏടി എരി എരി ഏടാ എന്ത് ഊരിക്കള. എനിക്ക് സൗകര്യമില്ല ഊരിക്കള. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഊരെ. എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ സോറി പറയാം. ചേട്ടാ ഒന്ന് ഊരിക്കള. ഇനി നീ സോറി പറയണ്ട പ്ലീസ്. അതൊന്ന് ഊരിക്കളാം. ആരെങ്കിലും കണ്ട നാണക്കേടാവും. അങ്കിളെ, ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. ഒന്ന് ക്ഷമിക്ക്. തെറ്റ് പറ്റി പോയെന്ന് നിനക്ക് മനസ്സിലായ? ഊരിക്കളടാ. അപ്പൊ ഞാൻ ഒരു കമ്മൽ വാങ്ങിച്ചോണ്ട് ഇവർ കൊടുത്തതിൽ ഞാൻ ചെയ്ത തെറ്റ്. ഇവർ തമ്മിലടി ബഹളോ? അതിന് അച്ഛൻ എവരെ ഒന്നും പറയില്ല, എന്നെ മാത്രമേ പറയാവുള്ള. ചേട്ടാ കമ്മലാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവർക്ക് വിരിച്ചു കൊടുക്കാം. ഇനി ആരും വിരിച്ചു കൊടുക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളെ ചൊറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇട്ടെങ്കിലും എനിക്ക് ഇതങ്ങ് ബോധിച്ചു. കൊള്ളാം, ഒരു സുഖമൊക്കെ ഉണ്ട്. മക്കൾക്ക് ബോധിച്ചാ? ഓ മക്കളെ നീ ഇട്ടോ, നീ ഇട്ടോ. അല്ല അവരെടുത്ത്. മക്കളെ ഇവന്റെ അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് ആ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞ് ഇത് പെൺകുഞ്ഞാണെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പെൺകുഞ്ഞായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചെന്ന് കമ്മല് തള വള എനിക്കറിഞ്ഞൂടാ പ്രാക്ക് എല്ലാം മാറ്റോണ്ട് വന്നപ്പോ എന്തര് പ്രസവിച്ചപ്പം അത് ആൺകുഞ്ഞ്. പിന്നെ എന്ത് ചെയ്യാ? ഇവനെന്നെ കൊടുത്ത് എല്ലാം ഇവനെ വിട്ടിടിപ്പിച്ച്. ഇപ്പൊ ഈ കഥ ഇവിടെ ഓട്ടിക്കേണ്ട കാര്യം എന്താണ്? അല്ല നീ ഇതൊക്കെ ഇട്ടോണ്ട് അടങ്ങുന്നില്ലേ? അതവരെ അറിയിട്ട്. മക്കളെ, അച്ഛൻ പറഞ്ഞന്നെ നീ ഇത് ഊരൊന്നും വേണ്ട. ഇത് ഇട്ടോണ്ട് അങ്ങ് നടന്നാ. അയ്യേ കൊള്ളാം മക്കളെ, കൊള്ളാം. നിനക്ക് ഫസ്റ്റ്. എനിക്ക് വേണ്ട. കൊള്ളാം. അതെന്ത്? എനിക്ക് വേണ്ടതുണ്ട്. നാണ പറഞ്ഞ പൊടി കഴിച്ച്. അയ്യേ എന്ത് രമണി? നീ പണി എന്ത് വേണം?
അയ്യേ ഫ്രോക്ക് വേണോ? മക്കളെ ഇട്ടോടാ. അച്ഛല്ലേ പറഞ്ഞു ഇട്ടോ. ഞാനൊന്നും ഇടുന്നില്ല. വേണ്ട വേണ്ട. ഇത് നാണമാനില്ല ടീം. അയ്യോ അഴുക്ക കൂട്ടങ്ങള്. ഞാൻ പോണ്. അയ്യോ പോയി രമണി, പോയി കഴിച്ച്. രമേ, രമണി. ഉയ്. കലക്കി കൊടുകയും